ഫഹുവ അഹ്ലകുഹും ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ, എന്താ പറയുന്നത്? ഹലക്കന്നാസ്, ജനങ്ങൾ മുഴുവൻ ഹലാക്കായിട്ടോ. 2024 പിറന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള കാലം പോക്കാണ്. എല്ലാവരും മോശക്കാരാണ്. നല്ല മനുഷ്യന്മാരെ കാണാനില്ല. കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ. ആ ന്യൂസ് കണ്ടില്ലേ, ഈ വാട്സപ്പ് ന്യൂസ് കേട്ടില്ലേ, ആ പത്രവാർത്ത കണ്ടില്ലേ, നാടൊക്കെ മോശമായി, എല്ലാവരും മോശമാണ്, ജനങ്ങളൊക്കെ നശിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലകുഹും, ആ നശിച്ചവരിൽ ഏറ്റവും നശിച്ചവർ ഈ പറഞ്ഞ ആളാണ്. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ആ പറഞ്ഞതിനർത്ഥം എന്താണ്? ജനങ്ങൾ നശിച്ചു എന്ന് പറയാൻ പാടില്ല, കാലം പറ്റ തീർന്നു എന്ന് പറയരുത്. ഏത് പ്രതിസന്ധികൾക്കിടയിലും ഒരു പ്രതീക്ഷയുടെ നാമ്പവിടെ ബാക്കിയുണ്ട്. നിങ്ങൾ പോസിറ്റീവ് വൈബുകളാണ് കൊടുക്കേണ്ടത്, ജനങ്ങളെ നിരാശപ്പെടുത്തരുത്. നാട് മുഴുവൻ മോശമാണ്, നാട്ടുകാർ മുഴുവൻ മോശക്കാരാണ്, നാട് ഒന്നിനും കൊള്ളൂല, ഇങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ പറയുകയാണെങ്കിൽ അതിലേറ്റവും കൊള്ളരുതാത്തവൻ ഇത് പറയുന്ന ആള് തന്നെയാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഫഹുവ അഹ്ലകുഹും. ജനങ്ങളിൽ നന്മയുണ്ട്. ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നേക്കാം, പക്ഷെ ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ കുടുംബങ്ങൾ പോലും അങ്ങനെയാണ്. പുണ്യനബി തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരോട് പറഞ്ഞൊരു ഹദീസുണ്ടല്ലോ, ലാ യഫറുഖു മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു മുഅ്മിനായ പുരുഷനും ഒരു ഭർത്താവും തൻ്റെ ഭാര്യയെ വെറുത്തു പോകരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റദിയ മിൻഹാ ആഖർ, ഒരു സ്വഭാവം അവളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ എന്തേ, വേറെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. അപ്പം എല്ലാം ഇഷ്ടപ്പെടാത്തത് അങ്ങനൊരു മനുഷ്യനുണ്ടാവില്ല. ഓരോ മനുഷ്യരിലെയും നന്മകൾ നോക്കേണമേ, അവരുടെ ഗുണങ്ങൾ നോക്കേണമേ. തിന്മകൾ മാത്രം നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാൻ തുനിഞ്ഞാൽ ഒരു മനുഷ്യനെയും കൂട്ടുകാരനായി സുഹൃത്തായി കൊണ്ടു നടക്കാൻ ഈ ലോകത്ത് ഒരാളെയും കിട്ടില്ല. എല്ലാ മനുഷ്യർക്കും ന്യൂനതകളുണ്ട്. ന്യൂനതകൾ തിരുത്തപ്പെടാനുള്ളതാണ്. ന്യൂനതകൾ നമ്മളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ദേഷ്യപ്പെടരുത്. നമ്മുടെ ചർച്ചാ വിഷയം അതാണ്. നിരൂപണങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. നിരൂപണം ചെയ്യുന്നവർ ഗുണകാംക്ഷയാണ് ചെയ്യേണ്ടത്. ഗുണം കാംക്ഷിച്ചേ പറയാവൂ. കുറ്റപ്പെടുത്തി വെറുത്ത് ശപിച്ചുകൊണ്ട് പറയരുത്. നന്നാവണം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്താൽ ഇത് ഖൈറാൻ, ഇങ്ങനെ പോകുമ്പോൾ അത് ഷർറാൻ എന്ന് പറഞ്ഞുകൊടുത്ത് സാരോപദേശം കൊടുക്കുന്ന ഒരു നിരൂപണം കിട്ടുമ്പോൾ മനസ്സുകൊണ്ട് വെറുപ്പ് കാണിക്കരുത്. അസ്സദീഖു ലൈസല്ലദീ യുസദ്ദിഖുക വലാകിന്നല്ലദീ സദഖക, നിങ്ങൾ പറയുന്നത് മുഴുവൻ തലയാട്ടി കേൾക്കുന്നവനല്ല നിങ്ങളുടെ സുഹൃത്ത്. നിങ്ങൾ പറയുന്ന എന്തും, നിങ്ങൾ ചെയ്യുന്നത് എന്തിനും റെഡി. അങ്ങോട്ട് പോവല്ലേ, റെഡി. ഇങ്ങനെ ചെയ്യല്ലേ, റെഡി. എല്ലാറ്റിനും റെഡിയാണ്. അത് നല്ലതിനും ചീത്തതിനും ഒക്കെ റെഡിയാണ്. അങ്ങനത്തെ ആളല്ല നിങ്ങളുടെ സഹോദരൻ. പിന്നെയോ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ. വലാകിന്നല്ലദീ സദഖക, നിങ്ങളോട് സത്യസന്ധമായി പെരുമാറുന്ന ആള്. ഈ ചെയ്തത് സത്യമാണ്, ഇത് നല്ലതാണ്, ഇത് ശരിയാണ്, പക്ഷെ ഈ ചെയ്തത് ശരിയായില്ല കേട്ടോ എന്ന് നിങ്ങളോട് മുഖത്തേക്ക് നോക്കി ഉള്ളതുപോലെ പറയുന്ന ആളാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്. മറ്റേത് നാളെ പരലോകത്ത് അല്ലാഹുവിനോട് പറയും, റബ്ബേ വേണ്ടില്ലായിരുന്നു, ഇവനെയൊക്കെ കൊണ്ട് നടന്നിട്ടല്ലേ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പടച്ചവന്റെ മുമ്പിൽ വിലപിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്. അത് 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമിനോടും ഖുർആൻ തന്നെ പറയാം. ചില കണ്ടീഷൻസ് പറഞ്ഞു, ആ കണ്ടീഷൻസ് നിങ്ങൾ മീറ്റ് ചെയ്യണം. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല ഉമ്മത്താണ്, സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്,
പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, മറ്റു മതവിശ്വാസികൾക്ക് മുഴുവൻ മാതൃകയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമുദായമാണ് നിങ്ങൾ. എപ്പോഴാണ് നല്ല സമുദായമാവുമെന്നറിയോ? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ ചെയ്യണം എന്ന് നിങ്ങൾ കൽപ്പിക്കുന്നവരാണ്. വതൻഹൗന അനിൽ മുൻകർ, തിന്മകൾ ചെയ്യരുത് എന്ന് നിങ്ങൾ ജനങ്ങളോട് വിരോധിക്കുന്നവരാണ്. നിങ്ങളുടെ മക്കളോട്, വീട്ടുകാരോട്, അനിയനോട്, ജ്യേഷ്ഠനോട്, നാട്ടുകാരോട് തിന്മകൾ കാണുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖൈറു ഉമ്മ, ഏറ്റവും നല്ല ഉമ്മത്താണ്. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരുമാണല്ലോ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും നന്മകളുടെ പ്രചാരണത്തിന്, തിന്മകളെ പിടിച്ചുകെട്ടാൻ മയക്കുമരുന്നോ ലഹരികളോ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കയറി വരുമ്പോൾ അത് പോലീസുകാർ തടയട്ടെ, ഗവൺമെൻറ് ഇടപെടട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാതെ തിന്മകൾ ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം, ആ തിന്മകളെ തടഞ്ഞു നിർത്തേണ്ട ഉത്തരവാദിത്വം പൊതുജനങ്ങൾക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. നമ്മളത് കണ്ടില്ല എന്ന് വിചാരിക്കരുത്, അത് നമ്മുടെ ബാധ്യതയല്ല എന്ന് പറയരുത്. ഒരു സമൂഹം നശിക്കുകയല്ലേ ചെയ്യുന്നത്, ഒരു തലമുറ ഇല്ലാതെയാവുകയല്ലേ. ഇപ്പോൾ മയക്കുമരുന്നിന്, ലഹരിക്ക് അടിമകളാകുന്ന സമൂഹം ഒരു 10 വർഷം കഴിഞ്ഞാൽ ആരോഗ്യം ക്ഷയിച്ച് മരണശയ്യയിൽ കിടക്കുന്ന മക്കളായിട്ടായിരിക്കും നമ്മൾക്ക് അവരെ കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു ദുരന്തം ഈ ഉമ്മത്തിൻ്റെ ഭാവി തലമുറക്ക് വരാതിരിക്കാൻ, ഈ രാജ്യത്ത് വരാതിരിക്കാൻ, നമ്മുടെ നാടിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഊർജ്ജസ്വലമാവണം. തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മകൾ നിങ്ങൾ ചെയ്യണമെന്ന് മാത്രമല്ല, നന്മകൾ ചെയ്യിപ്പിക്കണം. വതൻഹൗന അനിൽ മുൻകർ, തിന്മകൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകണം, തിന്മകളെ പിടിച്ചുകെട്ടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. വതുഅ്മിനൂന ബില്ലാഹ്, എല്ലാറ്റിനും പ്രതിഫലം അള്ളാഹു നൽകുമെന്ന പ്രതീക്ഷയിൽ അള്ളാഹുവിൽ ഈമാനുള്ളവരായിട്ട് ഈ കാര്യം ചെയ്താൽ മതി. അവാർഡുകൾ വാങ്ങിക്കാനല്ല, ക്ലാപ്പുകളോ ഷെയറുകളോ ലൈക്കുകളോ വേണ്ടിയിട്ടല്ല, പിന്നെയോ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോവണമല്ലോ എന്നാലോചിച്ചുകൊണ്ട് നന്മകൾ പ്രോത്സാഹിപ്പിക്കുകയും തിന്മകളെ നിങ്ങൾ തടഞ്ഞു നിർത്തുകയും ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബിമാർ അവർക്കിടയിൽ നടന്ന ചില സംഭവങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിരൂപണങ്ങൾ അവർ ചെയ്യുകയാണ്. നിരൂപണങ്ങളിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ പറയുന്നു, തെറ്റെന്ന് തോന്നുന്നവയെ അവർ തിരുത്തുന്നു. പക്ഷേ അത് കേൾക്കുന്ന ആൾക്കോ പറയുന്ന ആൾക്കോ ഹൃദയത്തിനുള്ളിൽ ഒരു വെറുപ്പുമില്ല. ഇവിടെ ചെറിയൊരു കാര്യം, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ തങ്ങളുടെ ഒരു വീക്ഷണം, അവരുടെ ഒരു ഇജ്തിഹാദ് പ്രകാരം ഹജ്ജിന് പോകുമ്പോൾ തമത്തു പാടില്ല. ഉംറ ചെയ്ത് പിന്നെ ഹജ്ജ് ചെയ്യുന്ന ഒരു, ഉംറക്ക് ഇഹ്റാം ചെയ്ത് പിന്നെ ഹജ്ജ് ചെയ്യുന്ന ഒരു സന്ദർഭം, അത് പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അലി തങ്ങളാണെങ്കിലോ തമത്തു പാടുണ്ട് എന്ന അഭിപ്രായമാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുമ്പോൾ ആരും തമത്തു ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ്, ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ്, ഞാനിതാ ഹജ്ജിന് പോകുന്നു തമത്തുആയിട്ട്, ഞാൻ ആദ്യം ഉംറയാണ് ചെയ്യുന്നത്, പിന്നെയാണ് ഹജ്ജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ തങ്ങളുടെ ഇജ്തിഹാദ് മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ടത് അവിടെ ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും ഉസ്മാൻ എന്നവർക്കുണ്ടായില്ല, അലി തങ്ങൾക്കതിൽ ഒരു വ്യക്തിപരമായ ദേഷ്യവും ഉണ്ടായില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്ന വലിയൊരു ദുരന്തം, വ്യക്തിപരമായി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്നതാണ്. ഒരിക്കലും ഒരാളെ, ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയരുത്. നമ്മൾ പറയുന്നത് വിഷയങ്ങളാണ്, പൊതുവിഷയങ്ങളാണ്. ആ പൊതുവിഷയങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ അത് ബാധകമാണ് എന്നല്ലാതെ അതെ മാഷാ അല്ലാഹ്, ഒരു വർഷത്തേക്ക് ഒരു കുട്ടിയെ 33,000 അല്ലേ ഒരു വർഷത്തേക്ക്. TP മുഹമ്മദ് ഹാജി മാഷാ അല്ലാഹ്, എന്താണ് കരുവാഞ്ചേരിയോ
കരുവമ്പൊയിൽ. ഓക്കെ, മാഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു മുതഅല്ലിമിനെ ഏറ്റെടുത്തിരിക്കുകയാണ് TP മുഹമ്മദ് ഹാജി. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ KMO ഇസ്ലാമിക് അക്കാദമിയിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പഠന ചെലവിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം ചെയ്യാൻ ഇവിടെ ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കണേ. നിങ്ങൾ എത്രയാണോ, ഒരു കുട്ടിയെ 2 കുട്ടിയെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാം. അത്രയേ പറയുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. മജീദ് ക റാഹത്തന്നല്ലേ? ഞങ്ങളിവിടെ യാത്രക്കുണ്ടായിരുന്നു മജീദ് ക, ഫലസ്തീൻ യാത്രക്ക്. മാഷാ അല്ലാഹ്, ഭയങ്കര രസമായിരുന്നു കേട്ടോ. തമാശ പറഞ്ഞിട്ടും കാര്യം പറഞ്ഞിട്ടും ചിരിപ്പിച്ചിട്ടും ഞങ്ങളുടെ യാത്രയുടെ ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ല. വല്ലാത്ത സന്തോഷമായിരുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു, മുആവിയ തങ്ങൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കഅബാലയത്തിൻ്റെ എല്ലാ മൂലകളും ചുംബിക്കുന്നത് കണ്ടു. റുക്നുൽ യമാനി, പിന്നെ ഹജറുൽ അസ്വദ് നിൽക്കുന്ന ആ ഭാഗം, ഈ 2 ഭാഗങ്ങളാണ്, ഈ 2 റുക്നുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തിയത് എന്ന് ഹദീസിലുണ്ട്. പക്ഷെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇജ്തിഹാദ് എല്ലാ ഭാഗവും കഅബയുടെ 4 ചുമരുകളും മുത്തണമെന്നാണ്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. ആ സമയം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അളാപ്പയുടെ മകനും വിശുദ്ധ ഖുർആനും ഹബീബായ നബി തങ്ങൾ അങ്ങനെയല്ലേ ചെയ്തത് എന്ന പക്ഷക്കാരനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. നേരെ മറിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു അവരും സ്വഹാബിയാണ്. ഓരോ സ്വഹാബിമാരും ഓരോരുത്തരും മുജ്തഹിദുകളാണ്. അവരവരുടെ ഇൽമനുസരിച്ച് ഇജ്തിഹാദ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ കഅബാലയത്തിൻ്റെ 4 ചുമരുകളും ചുംബിച്ചുകൊണ്ടാണ്. മഹാനവറുകൾ അവിടെ തവാഫിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ കഅബാലയത്തെ മുഴുവനൊന്ന് ചുംബിക്കും. 2 റുക്നുകൾ മാത്രം, റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദുള്ള റുക്നും മാത്രമല്ല, കഅബയുടെ എല്ലാ റുക്നുകളും മഹാനവറുകൾ ചുംബിക്കും. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിനെതിരായിരുന്നു. മഹാനവറുകൾ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിൻ്റെ റസൂലിൽ നമുക്ക് മാതൃകയുണ്ടല്ലോ. വകാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തലിമു ഇല്ല റുക്നൈൻ, റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദുമാണ് നബി തങ്ങൾ മുത്തിയിരുന്നത്. അതുകൊണ്ട് ആ 2 റുക്നും മുത്തണമെന്ന പക്ഷക്കാരനാണ് ഞാൻ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് തിരുത്തു പറയുന്നത് ഹദീസിലുണ്ട്. ഈ ഒരു തിരുത്തു പറയുന്നത് ഗുണകാംക്ഷയാണ്. നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ സംഘടനാതലങ്ങളിൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, അവരും മഅസൂമീങ്ങളാണ്, പാപസുരക്ഷിതരാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ മഹ്ഫൂദീങ്ങളാണ്. നേരെ മറിച്ച് സാധാരണക്കാരായ ആളുകൾ അമ്പിയാക്കന്മാരെ കഴിഞ്ഞാൽ പിന്നെ പാപസുരക്ഷിതത്വം എന്ന് പറയുന്നൊരു മഖാമ് അമ്പിയാഇന് മാത്രം അള്ളാഹു നൽകിയതാണ്. അള്ളാഹു തആല ബാക്കിയുള്ള ആളുകൾക്ക് ആ ഒരു ഇസ്മത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളൊക്കെ തെറ്റ് സംഭവിക്കുന്നവരാണ്. തെറ്റ് സംഭവിക്കുന്നു എന്നത് അതല്ല വിഷയം. ആ തെറ്റുകളെ തിരുത്തി തരുമ്പോൾ ആ തിരുത്തലുകളെ ഹൃദ്യമായി സ്വീകരിക്കാൻ കഴിയുന്നത് അത് എത്ര പേർക്ക് കഴിയും? നമ്മളോടൊരു കുറ്റം പറഞ്ഞാൽ, നമ്മളോടൊരു നിരൂപണം ചെയ്താൽ എത്ര ആളുകൾക്കത് സ്നേഹത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്? നമുക്ക് പറ്റുമോ? നമുക്ക് ആ പറഞ്ഞാളോട് ദേഷ്യം വരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹദിയ കൊടുക്കുകയാണ്, സമ്മാനം കൊടുക്കും. എങ്ങനെ? മഹാന്റെ വാക്ക് നോക്കൂ. റഹിമല്ലാഹു ഇംറഅൻ, അല്ലാഹു ഒരു മനുഷ്യന് റഹ്മത്ത് ചെയ്യട്ടെ, ദുആയാണ്. അല്ലാഹു കരുണ ചെയ്യട്ടെ. അഹദാ ഇലയ്യ ഉയൂബി, എൻ്റെ കുറ്റങ്ങൾ, എൻ്റെ കുറവുകൾ, എൻ്റെ ന്യൂനത എനിക്ക് പറഞ്ഞു തരുന്ന ആൾക്ക് അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. അഹ്ദാ ഇലയ്യ ഉയൂബി, എൻ്റെ ഐബ് എനിക്ക് ഹദിയയായി തന്നു. അഹ്ദ എന്ന് പറഞ്ഞാൽ ഹദിയ കൊടുക്കുക എന്നാ. ഹദിയ എന്ന് പറയുന്നത് സമ്മാനമാണ്. കുറ്റം കുറവും സമ്മാനമായി കൊടുക്കുക. അതിനൊക്കെ സമ്മാനം നമ്മൾ വിളിക്കുമോ? നമ്മളങ്ങനെ വിളിക്കുമോ? ഒരു കുറ്റം പറയുമ്പോൾ സമ്മാനം എന്ന് പറയുമോ? നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നീയത്ത് ശരിയാവണമെന്നാണ്. നീയത്താണ് വിഷയം. നീയത്തെന്നത്
ഏറ്റവും പ്രധാനമാണ്. ഏത് അമലും ചെറുതാകുന്നതും വലുതാകുന്നതും നിയ്യത്തിനനുസരിച്ചാണ്. നന്നാവുന്നതും ചീത്തയാവുന്നതും നിയ്യത്തിനനുസരിച്ചിട്ടാണ്. മഹാനവറുകൾ പറയുന്നു, എന്നോട് എന്നെ ഗുണകാംക്ഷയോടുകൂടെ എന്നോട് എൻ്റെ നീ റഹ്മത്ത് ചെയ്യണമേ. എത്ര നല്ല ചിന്തയാണത്. ആ ഒരു മനസ്സിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതിന് സ്വയം ഒരു നിരൂപണം ചെയ്യുന്നവർക്കേ അത് സാധിക്കുകയുള്ളൂ. സ്വയം നിരൂപിക്കുക, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും. നമ്മളെ ഒന്ന് നോക്കുക, നമ്മളെ ഒന്ന് പരിശോധിക്കുക. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഈ അസർ സുനനു തുർമുദിയിൽ ഇമാം അബൂ ഈസ തുർമുദി തങ്ങൾ ഉദ്ധരിക്കുന്നു. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിങ്ങൾ ഓരോരുത്തരും അവനവനെ ഒന്ന് വിചാരണ ചെയ്യണമേ. അല്ലാഹു നാളെ നമ്മെ വിചാരണ ചെയ്യുന്നതിൻ്റെ മുമ്പ്, പടച്ചവൻ നമ്മളെ വിചാരണ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പ് നമ്മളെ ഒന്ന് വിചാരണ ചെയ്യണേ. തീരുമാനിച്ചോ? നീ എപ്പോഴാണ് ചെയ്യുക, എങ്ങനെ വിചാരണ ചെയ്യുക എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് ആലിമീങ്ങൾ പറയുക, വിചാരണ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒരു പാർട്ട്ണർ, ഒരു ബിസിനസ്സിൽ 2 പേര് പാർട്ട്നേഴ്സാണെന്ന് വിചാരിക്കുക. ഒരു പാർട്ട്ണർ അടുത്ത മറ്റേ പാർട്ട്ണറെ എങ്ങനെ വിചാരണ ചെയ്യുന്നുവോ അങ്ങനെ സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യണമെന്നാണ്. പൈസൻ്റെ ഏർപ്പാടല്ലേ? അപ്പോൾ ശരിക്കും നോക്കും, ആ പൈസയോടെ പോയി, ഈ ബില്ല് എവിടെ, അതെന്തിനോ ചെയ്തു, അവൻ ലാഭം എടുത്തിട്ടുണ്ടോ, അവൻ കണക്ക് വെക്കാതെ പോയിട്ടുണ്ടോ, വെച്ചതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ എങ്ങനെയാണ് വിചാരണ ചെയ്യുക? അങ്ങനെ നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യണം. എപ്പോ? ഖബ്ല അൻ തുഹാസബൂ. അല്ലാഹു നിങ്ങളെ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട് നാളെ പരലോകത്ത്. അതിൻ്റെ മുമ്പ് നിങ്ങൾ ഇവിടെ വെച്ച് നിങ്ങളെ വിചാരണ ചെയ്യണമേ. എന്നാൽ നാളത്തെ വിചാരണ എളുപ്പമാവും. വസിനൂ ഖബ്ല അൻ തൂസനൂ. നിങ്ങളുടെ അമലുകളെ തൂക്കി നോക്കേണമേ. അല്ലാഹു നിങ്ങളുടെ അമലുകൾ നാളെ തുലാസിൽ വെച്ച് തൂക്കാൻ പോകുന്നു. ഇപ്പം എന്താ നമ്മളെ കയ്യിലുള്ളത്? ഇത് മരിച്ചു എന്നിട്ടൊരു എംബാരസ്മെൻറ്റിലേക്ക് എത്തരുത്. പടച്ചോനെ ഇങ്ങനെയൊക്കെയാണോ സംഭവിച്ചത് എന്നൊരു എംബാരസ്മെൻറ്റ് നമ്മൾ പേടിച്ചു പോകരുത്. ഇവിടെ തന്നെ ചെയ്തു പോവുക. അതിപ്പോൾ റമദാൻ വരെ കാത്തിരിക്കേണ്ട. ഇന്ന് രാത്രി തന്നെ തുടങ്ങാം, നാളെ രാവിലെ തന്നെ തുടങ്ങാം. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഈ വേള മുതലായി. നമ്മൾ ഈ ഇരിക്കുന്നത് രക്ഷപ്പെട്ടു. നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മളെ വിചാരണ ചെയ്യുക. നമുക്ക് എത്ര നന്മയുണ്ട്, എത്രയെല്ലാം തിന്മയുണ്ട്, നമ്മളിൽ എത്ര നല്ല ഗുണങ്ങളുണ്ട്, എത്ര മോശപ്പെട്ടതുണ്ട്. ആ മോശപ്പെട്ടതിനെ എങ്ങനെ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും? തൗബ ചെയ്യേണ്ടത് തൗബ ചെയ്ത് മടങ്ങുക. വല്ലാത്തൊരു അത്ഭുതമല്ലേ, അള്ളാഹു നമുക്ക് തൗബ എന്ന സുഗന്ധം നൽകിയില്ലായിരുന്നെങ്കിൽ പാപത്തിൻ്റെ ദുർഗന്ധം നമ്മൾ നിന്ന് വിട്ടുമാറുമോ? തൗബ ചെയ്യുന്ന ആളുകൾക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തെറ്റ് ചെയ്തിട്ട് പോലുമില്ല എന്ന അവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റിത്തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒന്നുപോലും മറഞ്ഞു പോകാതെ, ഒന്നുപോലും വിട്ടുപോകാതെ കടുത്ത ഒരു അതിസൂക്ഷ്മമായ വിചാരണക്ക് നിങ്ങൾ വിധേയരാവാൻ പോകുന്നു. ആ വിചാരണക്ക് മുമ്പ് നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യണേ. അള്ളാഹു അമലുകൾ തൂക്കാൻ പോകുന്നു. അതിൻ്റെ മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് തൂക്കേണമേ. ഫഇന്നഹു അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ ഇൻദല്ലാഹി അസ്സ വജൽ. അല്ലാഹു അസ്സ വജല്ലയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വിചാരണ എളുപ്പമാവാൻ ഇത് കാരണമാണ്. നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യണം. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഈച്ചപ്പന തോട്ടത്തിൽ കയറി സ്വന്തത്തെ വിളിച്ച് വിചാരണ ചെയ്യുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേട്ടത് ഹദീസിലുണ്ട്. ഉമർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ, ബഖിൻ ബഖിൻ. ഉമറേ, നീ അമീറുൽ മുഅ്മിനീൻ ആണല്ലേ, നല്ല കോള്, നീ നല്ല ആളാണ്, നീ ഭയങ്കരനാണ്, നീ അമീറുൽ മുഅ്മിനീൻ, മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ നേതാവ് അല്ലേ? വല്ലാഹി യാ ഉമർ ലതത്തഖിയന്നല്ലാഹ് ഔ ലയുഅദ്ദിബന്നക. ഉമറേ, നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ, അല്ലെങ്കിൽ ഉമറേ അല്ലാഹു നിന്നെ ശിക്ഷിക്കും കേട്ടോ എന്ന് ഈത്തപ്പന തോട്ടത്തിലൂടെ നടന്ന് ഒറ്റക്ക് ഉറക്ക ശരീരത്തോട് ഒരു രാത്രിയിൽ വിളിച്ചു പറയുന്ന കാഴ്ച മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, ഹബീബിൻ്റെ ഖാദിമായ സ്വഹാബി ആ വഴിയിലൂടെ നടക്കുമ്പോൾ കേട്ടതാണ്.
അപ്പം മഹാൻ വെറുതെ നിന്നു. ആരെയാ ഈ വിളിക്കുന്നത്? ഉമർ റളിയല്ലാഹുവിന്റെ പേരാണല്ലോ ഈ വിളിക്കുന്നത്. ആരാണ് അമീറുൽ മുഅ്മിനീനെ ഇങ്ങനെ വിളിച്ച് ചീത്ത പറയുന്നത്? ഉമറേ, നീ അള്ളാഹുവിനെ പേടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കും. ആരാണ് ഇവരൊക്കെ? സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹും. ഉമറേ, അള്ളാഹു നിന്നെ ശിക്ഷിക്കും കേട്ടോ ഉമറേ, നീ അള്ളാഹുവിനെ ഭയപ്പെടണം കേട്ടോ എന്ന് സ്വന്തത്തോട് ഉമർ എന്നവരെ വിളിച്ചു പറയുന്നത് ആര് കേൾക്കുന്നു? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഇസ്ലാം എന്നത് ഈ സംസ്കരണമാണ്. നമ്മൾ കുറേ സയൻസും കുറേ അതും ഇതും പറഞ്ഞിട്ടൊന്നും അല്ല. നമ്മൾ നന്നായെങ്കിലല്ലേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. നമ്മൾ അറിയേണ്ടത് തസ്കിയത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മളെ സംസ്കരിക്കുക എന്ന കാര്യമാണ്. ഇത് നടക്കാതെ എന്ത് അറിവുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകളെ പുറത്തു തരട്ടെ. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. യൗമഇദിൻ തുഅറദൂൻ യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ ഈ സംഭവമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു, കരഞ്ഞുകൊണ്ട്, ദുഃഖിതനായി കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു, യാ അബാ ബക്കർ നാഫഖ ഹൻളല. അബൂബക്കറെ, ഞാൻ ഹൻളലത്ത് ഇബ്നു റബീഅ് മുനാഫിഖാണ്, ഞാൻ കപടവിശ്വാസിയാണല്ലോ, ഞാനൊരു മുഅ്മിനായിട്ടില്ലല്ലോ അബൂബക്കറെ, എനിക്ക് എന്നെക്കുറിച്ച് പേടിയാവുന്നു, ഞാൻ കപടവിശ്വാസിയാണ് അബൂബക്കറെ. ആരായി പറയുന്നത്? ഹബീബിന്റെ സ്വഹാബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമാദാക്, എന്തുകൊണ്ടാണ് ഹൻളല നിങ്ങൾ അങ്ങനെ പറയുന്നത്? കപടവിശ്വാസിയോ മുനാഫിക്കോ? അതിന് മാത്രം എന്ത് ചെയ്തു നിങ്ങൾ? അകൂനു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹാൽ. ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു മനോഹരമായ അവസ്ഥയിലാണ്. അവിടുന്ന് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു, സ്വർഗത്തിൻ്റെ മനോഹരമായ അനുഭവങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരുന്നു, നരകത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു, ആഖിറത്തെക്കുറിച്ച്, ദുനിയാവിനെക്കുറിച്ച്, ശരീഅത്തിനെ കുറിച്ച്. ഈ അറിവുകളെല്ലാം കേൾക്കുമ്പോൾ എന്ത് രസമാണ്, എന്ത് ആനന്ദമാണ്, എന്തോ ഒരു അനുഭൂതിയാണ്. സ്വർഗം കണ്ണിൽ കാണുന്ന പോലെ, നരകം കണ്ണിൽ കാണുന്ന പോലെ, അല്ലാഹു ജല്ല ജലാലുവിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ. പക്ഷെ സിദ്ദീഖേ, എന്ത് കാര്യം? ഹബീബായ തങ്ങളുടെ വാള് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയാൽ, നബി തങ്ങളുടെ മജ്ലിസിൽ നമ്മൾ പുറത്തേക്ക് പോയാൽ, ഫഇദാ ദഹബനാ മിൻഹു ആസഫന അൽഔലാദ് വൽഅസ്വാജ് വല്ലയാത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കളായി, ഭാര്യമാര്, നമ്മുടെ കച്ചവടം, തൊഴില്, നമ്മുടെ കൃഷിസ്ഥലങ്ങള്, വനസീനാ കസീറാ, പിന്നെ നമ്മൾ ഇതൊക്കെ മറന്നു പോവുകയാണ്. കച്ചവടത്തിനിറങ്ങുമ്പോൾ ഇത് ഓർമ്മ വരുന്നില്ല. വീട്ടിലെത്തി മക്കളുടെ കൂടെ കളിക്കുമ്പോൾ ആഖിറം മറന്നു പോകുന്നു, പരലോകം ഓർമ്മ വരുന്നില്ല, നരകം ഓർമ്മ വരുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇത് കപടവിശ്വാസമല്ലേ? നമ്മുടെ ഈമാൻ എത്ര ദുർബലമാണ് അബൂബക്കറെ, ഞാൻ മുനാഫിഖാണോ എന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളോട് വന്ന് പരാതി പറയുന്നത്. ഇതൊരു ആത്മവിമർശനമാണ്. നമ്മളെപ്പറ്റി ആലോചിക്കേണ്ടത്, നമ്മൾ അത്ര നല്ല ആളാണോ? നമ്മളെപ്പറ്റി ആളുകൾ പലതും പറയുന്നുണ്ടാകാം, പക്ഷെ നമ്മൾ അത്ര നല്ല ആളാണോ? നമ്മൾ ഓരോരുത്തരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്നിട്ട് സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വല്ലാണ്ടങ്ങ് പുകഴ്ത്തി, വല്ലാണ്ടങ്ങ് പൊക്കി പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? اللهم لا تفتني بما يقولون واجعلني خيرا مما يظنون واغفر لي ما لا يعلمون. അല്ലാഹുവേ, ഇവരൊക്കെ ഇങ്ങനെ പൊക്കി പറയുന്നത് കേൾക്കുമ്പോൾ പടച്ചവനെ, നീ എന്നെ ഫിത്നയിലാക്കരുതേ റബ്ബേ. اللهم لا تفتني بما يقولون. അവരെന്നെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊരു വലിയ ആളാണെന്ന് എനിക്ക് തോന്നൽ വന്നു പോകുമോ? പടച്ചവനെ കാക്കണേ.
ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ റബ്ബേ, വജഅൽനി ഖൈറൻ മിമ്മാ യളുന്നൂൻ. അവരെന്നെ പറ്റി എന്താണോ വിചാരിക്കുന്നത് അതിലേറെ നല്ല ആളായി റബ്ബേ നീ എന്നെ മാറ്റിത്തരേണമേ. വഗ്ഫിർലി മാ ലാ യഅലമൂൻ. എന്നെക്കുറിച്ച് അവരറിയാത്ത എൻ്റെ തെറ്റുകളുണ്ടാകും റബ്ബേ, അതെനിക്ക് നീ പുറത്തു തരേണമേ. ഇങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ അഹങ്കാരവും അഹംഭാവവും വന്നു പോകാതെ കിബറും റിയാവും സുംഅത്തും ഇജാബും ബിൻ നഫ്സും ഇജാബും ബിർ റഅയും ഇതൊന്നും വരാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതൊരു വലിയ അപകടമാണ്, ഗുരുതരമായ അപകടമാണ്. പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ, സ്റ്റേജിൽ കയറുന്നവർ, പൊതുരംഗത്തുള്ളവർ, ഒരല്പം പ്രശസ്തിയോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ, വലിയ ദുരന്തമാണ്. നമ്മൾ ഏറ്റവും പേടിക്കേണ്ട വിഷയമാണത്. ആളുകൾ വിചാരിക്കുന്നത് നല്ലതായിരിക്കും, പക്ഷെ നമ്മൾ അത്രത്തോളം എത്തിയിട്ടില്ല, നമുക്കറിയാം. പടച്ചവനെ അതിനേക്കാളും നമ്മളെ ഹൈറാക്കി തരേണമേ. പിന്നെ ആളുകൾ ഇങ്ങനെ അവർ കാണുന്ന നന്മയല്ലേ പറയുള്ളൂ. അവരറിയാത്ത തെറ്റുകൾ എനിക്കുണ്ട് റബ്ബേ, ആ തെറ്റ് നീ എനിക്ക് പുറത്തു തരയണമേ. പിന്നെ പറയാ അവരാ പറയുന്നത് കൊണ്ടൊന്നും റബ്ബേ എന്നെ നീ ഫിത്നയിലാക്കരുതേ. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്നെപ്പറ്റി ഞാൻ വലിയ ആളാണെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ വരരുതേ പടച്ചവനെ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹൻളലത്ത് ബിൻ റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു നാഫഖ ഹൻളല മുനാഫിഖായോ എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറയാൻ വന്നിരിക്കുകയാണ്. എന്താ പരാതി? ഞാൻ റസൂലുള്ളാഹിയുടെ മുമ്പിലിരിക്കുന്ന പോലെ വീട്ടിലെത്തിയാൽ കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ ഈ വാളിന്റെ സദസ്സ് നമ്മളിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന പോലെ നമ്മൾ വീട്ടിലെത്തിയാൽ ഇങ്ങനെ ചിന്തിക്കുമോ? ഇല്ല, പറ്റുന്നില്ല അല്ലേ? നമ്മൾ മറന്നുപോകും. അങ്ങനെ വരുന്നത് കപട വിശ്വാസമല്ലയോ? സിദ്ദീഖ് ഞങ്ങൾ പറഞ്ഞു, ഹൻളല നിങ്ങൾ അങ്ങനെ കരയില്ലേ, നമുക്ക് രണ്ടുപേർക്കും പോകാം ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് കടന്നു പോകാം, ഹബീബിനോട് ചെന്ന് ചോദിക്കാം. വജാഊ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ അല്ലാഹുവിന്റെ റസൂലിനോട് രണ്ടുപേരും വന്ന് പരാതി പറഞ്ഞു. നബിയെ, ഹൻളല ഇങ്ങനെ പറയുന്നുണ്ട് നബിയെ, എന്താണ് അതിന്റെ നിജസ്ഥിതി? ഞങ്ങളെ പറ്റി മനസ്സിലാക്കേണ്ടത്. ലൗ തകൂനൂന അലാ കുല്ലി ഹാലിൻ കമാ തകൂനൂന ഇൻദി ലസ്വാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും വലാകിൻ യാ ഹൻളല സാഅത്തുൻ വസാഅ വലാകിൻ യാ ഹൻളല സാഅത്തുൻ വസാഅ ലൗ തകൂനൂന അലാ കുല്ലി ഹാലിൻ കമാ തകൂനൂന ഇൻദി, എൻ്റെ മുമ്പിലിരിക്കുന്ന പോലെയുള്ള ആത്മീയമായ ആധ്യാത്മികമായ പ്രകാശപൂരിതമായ ഹൃദയവിശുദ്ധിയിലാണ് നിങ്ങൾ എപ്പോഴും നിലകൊള്ളുന്നത് എങ്കിൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന പോലെ വീട്ടിലെത്തിയാൽ, കൃഷിയിടങ്ങളിലെത്തിയാൽ, കച്ചവടത്തിലെത്തിയാൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നല്ലേ ഹൻളല നിങ്ങൾ പറയുന്നത്? എന്നാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന പോലെ ജീവിതം മുഴുവനും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ലസ്വാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും, നിങ്ങളുടെ ബെഡുകളിൽ, നിങ്ങളുടെ വിരിപ്പുകളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് നിങ്ങൾക്ക് കൈതന്ന് മുസാഫഹത്ത് ചെയ്യും. നിങ്ങൾ പോകുന്ന വഴികളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൈപിടിച്ച് സലാം പറയും. പക്ഷേ അങ്ങനെ ഒരേ ലെവലിൽ എല്ലാ സമയത്തും നിലകൊള്ളാൻ ഹൻളല കഴിയില്ലല്ലോ. വലാകിൻ യാ ഹൻളല സാഅത്തുൻ വസാഅ, ദുനിയാവിന് വേണ്ടി കുറച്ച് സമയം കച്ചവടത്തിന് വേണ്ടി മാറ്റിവെക്കണം, ആഖിറത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായും മാറ്റിവെക്കണം. എപ്പോഴും ആഖിറത്തിന്റെ വിഷയത്തിൽ മാത്രം ചിന്തിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. ദുനിയാവിന്റെ വിഷയങ്ങളിൽ, കച്ചവടത്തിന്, കൃഷിയിടങ്ങളിൽ, മക്കൾ, കുടുംബത്തിന് സമയം കൊടുക്കണമല്ലോ. അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി കുറച്ച് സമയം, ആഖിറത്തിന് വേണ്ടി മറ്റൊരു സമയം, അങ്ങനെ നിങ്ങളുടെ സമയത്തിൽ ഒരൽപ്പം നിങ്ങൾ ദുനിയാവിന് വേണ്ടി മാറ്റിവെക്കുന്നത് കൊണ്ട് വിരോധമില്ല ഹൻളല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. തിന്മകളല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്, നന്മയല്ലേ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു മനോഗതി പോലെ, ആ ഒരു ചിന്ത പോലെ, ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത്ര വലിയ പരാതിയായി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമല്ല. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് സലാം പറയും, കൈപിടിച്ചിട്ട്. നിങ്ങളുടെ വഴികളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ
വന്ന് കൈപിടിച്ച് സലാം പറയും. ലസ്വാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും. നിങ്ങൾ പോകുന്ന വഴികളിൽ മലക്കുകൾ വന്ന് സലാം പറയും. കാരണം അത് മലക്കുകളുടെ ജീവിതമാണ്. നമ്മൾ അത്രയ്ക്ക് നമ്മളെ കൊണ്ടാവില്ലല്ലോ, കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ വിഷയം ഹൻദല റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ സ്വന്തത്തെ നിരൂപിച്ചു എന്നതാണ്. പടച്ചോനെ, ഞാനിപ്പോൾ പഴയ പോലെ നിസ്കരിക്കുന്നുണ്ടോ? പഴയ പോലെ എനിക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ എനിക്ക് ദിക്ർ ചൊല്ലാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ വൈജ്ഞാനിക സദസ്സുകളിലെ ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്‌ലിസുകളിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ ഞാനിപ്പോൾ സ്വതക്ക ചെയ്യുന്നുണ്ടോ? പഴയ പോലെ ഞാനിപ്പോൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നമ്മളെപ്പറ്റി വിചാരണ ചെയ്താൽ നാളത്തെ വിചാരണ എളുപ്പമാവും. അല്ലാഹു നാളത്തെ വിചാരണ നമുക്ക് എളുപ്പമാക്കി തരട്ടെ. സലഫു സ്വാലിഹീങ്ങളിലെ വലിയ ആബിദീങ്ങളിൽപ്പെട്ട മഹാനാണ് മത്റഫ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ശിഖീർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. സ്വഹാബിയാണ് വാപ്പ. മഹാനായ മത്റഫ് എന്നവർ താബിഈയാണ്, വലിയ ആബിദാണ്. മഹാനായ മത്റഫ് തങ്ങള് അറഫയിൽ വന്നപ്പോ അറഫ മൈതാനം, അല്ലാഹു നമുക്കൊക്കെ ഹജ്ജിന് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഹജ്ജ് ചെയ്ത ആളുകളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ, ഉംറയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. اللهم ارزقنا حجا مبرورا وعمرة مقبولة وزيارة لنبيك صلى الله عليه وسلم مرارا. ഒരുപാട് തവണ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഒരുപാട് ഉംറയും ഹജ്ജും ചെയ്യാനുമുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. മഹാനായ മത്റഫ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ അറഫയിൽ വന്ന് നിൽക്കുമ്പോ അറഫ മൈതാനം ദുൽഹിജ്ജ 9-ന് അറഫ ദിനം മുഴുവൻ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ആ സദസ്സിൽ നിന്നുകൊണ്ട് മത്റഫ് എന്നവർ പറഞ്ഞ വാക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അല്ലാഹുമ്മ ലാ തറുദ്ദ ഹാദൽ ജംഅ കുല്ലഹു മിൻ അജലി. പടച്ചവനെ, ഇത്രയായിരം ആളുകൾ ഹജ്ജ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈ ഹജ്ജ് ചെയ്യാൻ വന്ന ആളുകളെ റബ്ബേ, ഞാൻ ഒരാള് കാരണം, ഞാനൊരു പാപിയായ മനുഷ്യൻ ഇവിടെ വന്നത് കാരണം ഇവരാർക്കും പുറത്തു കൊടുക്കാത്ത ഒരവസ്ഥ വരരുത് റബ്ബേ. നീ ഞാൻ കാരണം ഇവരാരെയും ഖായിബാക്കി മടക്കരുതേ എന്ന് മഹാനായ മത്റഫ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ശിഖീർ റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തത്തെ നിരൂപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇവരൊക്കെ? വലിയ ആബിദീങ്ങളാണ്. അവരുടെ ഇബാദത്ത്, മഹാനവറുകൾ എപ്പോഴും അവിടുത്തെ കൂഫയിലെ ജുബ്ബാനയിൽ പോകുന്ന ഒരു ചരിത്രമുണ്ട്. കൂഫയിലെ വലിയൊരു ഖബർസ്ഥാനുണ്ട്. അവിടെ ചെന്ന് എപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ഫാത്തിഹ ഓതിയിട്ടാ പോവുക. ആ ഒരു പ്രാർത്ഥന ഒരു ദിവസം തണുത്ത രാത്രിയിൽ മഹാനവറുകൾ അന്ന് ഐസ് പെയ്യുന്ന പോലെ തോന്നിയപ്പോ പോകാൻ പറ്റിയില്ല. അന്ന് രാത്രി സ്വപ്നം കണ്ടു മഹാനായ മത്റഫ് റഹ്മത്തുള്ളാഹി അലൈഹി. ലിമ ഹറംതന, എന്തേ ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്ന ആ ഒരു നന്മ നിങ്ങൾ എന്തേ ഞങ്ങൾക്കിന്ന് തരാതെ പോയത്? എന്തേ നിങ്ങൾ ഞങ്ങളൊന്ന് സിയാറത്ത് ചെയ്യാതെ പോയത്? എന്ന് അവിടെ കിടക്കുന്ന അംവാത്തുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ മഹാനവറുകളോട് പരാതി പറയുന്നത് ഈ മഹാനെ കുറിച്ചാണ്. അത്രയും വലിയ ആബിദാണ് മത്റഫ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ശിഖീർ റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ, ഈ അറഫ മൈതാനം പടച്ചവനെ, ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ്, ഞാൻ കാരണം നീ അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കരുത് കേട്ടോ പടച്ചവനെ. ഞാൻ കാരണം ഇവരെ നീ നിരാശരാക്കി മടക്കരുതേ യാ അല്ലാഹ്. മഹാനായ ബക്ർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹുവേ, ലമ്മാ نظرت إلى أهل عرفات ظننت أن الله غفر لهم لولا أني كنت فيهم. അറഫയിൽ ഇങ്ങനെ നോക്കുമ്പോ പടച്ചവനെ, ആയിരക്കണക്കിന് ആളുകൾ കണ്ണുകൾ നനഞ്ഞുകൊണ്ട് നാവുകളിൽ ദിക്റിന്റെ മന്ത്രവുമായി അറഫയിൽ നിൽക്കുകയാണ്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലാ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. കഅബാലയത്തിന്റെ തൊട്ടു മുമ്പിൽ നിന്ന്, സഫാ കുന്നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങളെ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് ഹജ്ജ് ചെയ്യാൻ വരേണമേ എന്ന് ക്ഷണിച്ച ആ ക്ഷണത്തിന് ഉത്തരം കിട്ടിയവരാണ് ഹജ്മാർ. അല്ലാഹുവിന്റെ അതിഥികളാണ് അല്ലാഹുവിന്റെ അതിഥികളായി പോകുന്നവരെ. ആ അതിഥികൾ അവിടെ എത്തുമ്പോ മഹാനായ ബക്ർ
ബക്കർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസ്നി തങ്ങൾ അവരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, റബ്ബേ, എൻ്റെ രക്ഷിതാവായ അല്ലാഹുവേ, ഞാൻ ഈ കൂട്ടത്തിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അറഫയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒന്നിച്ച് നീ മഗ്ഫിറത്ത് കൊടുക്കുമായിരുന്നുവല്ലേ. ഞാനുള്ളത് കൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കുമോ? യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാഹ് കച്ചവടക്കാരനാണ്, പക്ഷേ അതിസൂക്ഷ്മമായ കച്ചവടം ചെയ്ത മഹാൻ. യൂനുസ് ഇബ്നു ഉബൈദ് തങ്ങൾ പറയുന്നു, വല്ലാഹി ലഅഉദ്ദു മിഅത ഖസ്ലത്തിൻ മിൻ ഖിസാലിൽ ഖൈർ മാ അഅലമു ഫീ നഫ്സി വാഹിദതൻ മിൻഹാ. അല്ലാഹുവേ, സജ്ജനങ്ങളുടെ സ്വഭാവങ്ങളും സജ്ജനങ്ങളുടെ ഗുണങ്ങളും 100 ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ, ഞാൻ എൻ്റെ കൈകൾ എണ്ണി നോക്കുമ്പോൾ അതിലൊന്നുപോലും എന്നിലില്ലല്ലോ പടച്ചവനെ. 100ഓളം മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ ഞാൻ ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ അതിലൊന്നുപോലും എന്നിൽ കാണാനില്ലല്ലോ എന്ന് പരിതപിച്ച് സ്വന്തം ശിഷ്യന്മാരുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ മഹാനാണ് യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാഹ്. മഹാന്റെ ഒരുപാട് ചരിത്രം മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ യഹ്യയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ യൂനുസ് ഇബ്നു ഉബൈദ് തങ്ങൾ ഇബ്നു അബീ മുലൈക ഹദീസ് പണ്ഡിതനാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, അദ്റക്തു 30 മിൻ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ 30ഓളം സ്വഹാബിമാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മാ ഫീഹിം വാഹിദുൻ ഇല്ലാ യഖാഫു നിഫാഖ അലാ നഫ്സിഹി. ഞാൻ കണ്ട ഇബ്നു അബീ മുലൈക താബിഇയാണ്. നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ നബിയുടെ സ്വഹാബിമാർ, കമ്പാനിയൻസ് ഓഫ് ദ മെസ്സഞ്ചർ. ആ ഒരു നബിതങ്ങളുടെ സ്വഹാബിമാരുടെ ജനറേഷൻ, അതിൽപ്പെട്ട 30 ആളുകളെ ഞാൻ കണ്ട് എനിക്ക് അടുത്ത് പരിചയമുള്ളവരാണ്. 30 സ്വഹാബിമാർ. 30 പേരിൽ ഓരോരുത്തരും ഞാൻ മുനാഫിഖാണോ, ഞാൻ കപടവിശ്വാസിയാണോ എന്ന് സ്വന്തത്തെക്കുറിച്ച് എപ്പോഴും പേടിക്കുന്നവരായിരുന്നു. അവരിൽ ആരും മാമിൻഹും അഹദുൻ യഖൂൽ, അവരിൽ ആരും പറയാറില്ല ഇന്ന ഈമാനഹു കഈമാനി ജിബ്രായീല വമീകായീല വഇസ്റാഫീൽ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഈമാനാ എനിക്കുള്ളത്, അല്ലെങ്കിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ, മീകായിൽ അലൈഹിസ്സലാമിന്റെ ഈമാനാ എനിക്കുള്ളത് എന്ന് ഈ 30 സ്വഹാബിമാരിൽ ഒരാളും പറയുമായിരുന്നില്ല. അവരൊക്കെ പറയുമായിരുന്നത്, എൻ്റെ ഈമാനിൽ പെശകുണ്ടോ, എൻ്റെ ഈമാനിൽ കാപട്യം കലർന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്ന സ്വഹാബിമാരാണ് 30 പേരും. ഞാൻ പരിചയപ്പെട്ടവരെ സ്വഹാബിമാര് പോലും ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം ഇനി നോക്കേണ്ടതില്ല, അങ്ങനെ പറയരുത്. ത്വരീഖത്തുകൾ ഒരുപാട് ഖൈറായ ത്വരീഖത്തുകളുണ്ട്. നല്ലത് കിട്ടിയാൽ ഭാഗ്യം. ഒരു ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്തു എന്നതുകൊണ്ട് മാത്രം പിന്നെ സ്വർഗത്തിന്റെ കാര്യം അവർ ഏറ്റെടുത്തു, അങ്ങനെ മനസ്സിൽ വിശ്വസിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അത് ചെയ്യരുത് എന്ന ആലിമീങ്ങൾ പറയാം. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തന്നെ ത്വരീഖത്തിന്റെ വിഷയങ്ങൾ പരാമർശിച്ചെടുത്ത് ശറഇന്റെ വിവക്ഷ എങ്ങനെയാണ് എന്ന് വിവരിച്ചിട്ടുണ്ട്. എന്താണ് ത്വരീഖത്ത്? ഒരിക്കലും നമ്മൾ ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒന്നും നോക്കണ്ട, ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ സ്വഹാബിമാർ ഈ 30 പേര്, ഇബ്നു അബീ മുലൈക തങ്ങൾ പറയാ, ഞാൻ കണ്ട 30 സ്വഹാബിമാർ പേടിച്ചിട്ടാ ജീവിച്ചത്. എൻ്റെ ഈമാൻ പോകുമോ? അവരാർക്ക് കൈ കൊടുത്തവരാ? ആരെ ബൈഅത്ത് ചെയ്തവരാ? അഷ്റഫുൽ ഖൽഖിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കണം നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുമോ, അതിൽ കാപട്യം വന്നു പോകുമോ എന്ന് നമ്മളെ തെറ്റിദ്ധരിക്കണം. തുഹ്മത്തുൻ നഫ്സ്, നമ്മളെ പറ്റി തെറ്റിദ്ധരിക്കണം എന്നാണ്. പടച്ചോനെ, ഞാൻ നല്ല ആളല്ലല്ലോ, എനിക്ക് കുറവുകളുണ്ടല്ലോ റബ്ബേ, എനിക്ക് ന്യൂനതകളുണ്ട്, എനിക്ക് തിരുത്തേണ്ട ഒരുപാട് തെറ്റുകൾ എന്നിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടവരാണ്. സ്വഹാബിമാരിൽ 30 പേരെ ഞാൻ പരിചയപ്പെട്ടപ്പോ 30 ആളുകളും ലഖദ് അദ്റക്തു 30 മിൻ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻഹും വാഹിദുൻ ഇല്ലാ വയഖാഫു അലാ നഫ്സിഹി നിഫാഖ്. ഞാൻ പരിചയപ്പെട്ട 30ഓളം സ്വഹാബിമാർ തനിക്ക് നിഫാഖുണ്ടോ, കാപട്യമുണ്ടോ എന്ന് ഭയപ്പെടുന്നവരായിരുന്നു. അതിൽ ഒരാൾ പോലും എൻ്റെ ഈമാൻ ജിബ്രീൽ തങ്ങളുടെ, മീകായിൽ തങ്ങളുടെ, ഇസ്രാഫീൽ അലൈഹിമുസ്സലാം അവരുടെ ഈമാൻ പോലെയാണ് എൻ്റെ ഈമാൻ എന്ന് ഒരാളും പറയാറില്ല. അതായത് ആത്മവിമർശനം ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. ഇത് നമ്മൾ ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠം ഇതാണ്. ആത്മവിമർശനം നമ്മളെ ചെയ്യാം. മറ്റൊരാൾ ചെയ്യുന്നതിൻ്റെ മുമ്പ്
നമ്മളെ ഒരു ഗുണകാംക്ഷയോടുകൂടെ ഒരാൾ വിമർശിക്കുകയാണെങ്കിൽ ആ വിമർശനത്തെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുകയും ചെയ്യാം. മുഹമ്മദ് ബിൻ വാസി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഖുതൈബത്ത് ബിൻ മുസ്ലിം തങ്ങളുടെ ചൈനയിലേക്ക് വരെ കടന്നു പോകുന്ന ധർമ്മസമരങ്ങളിൽ കൂടെ നിന്ന മഹാനാണ് താബിഈയായ മുഹമ്മദ് ബിൻ വാസി റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാനവറുകളെ ജനങ്ങൾ ഇങ്ങനെ പുകഴ്ത്തിയപ്പോൾ അവർ രോഗിയായി കിടക്കുകയാണ്. വമാ യുഗ്നി അന്നി മാ യഖൂലുഹു നാസ്, ജനങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്ക് എന്ത് ഉപകാരം കിട്ടാനാണ്? ഇദാ ഉഖിദ ബിയദയ്യ വരിജ്ലയ്യ വദുഹിബ ബി ഇലന്നാർ, എൻ്റെ രണ്ട് കൈകളും എൻ്റെ രണ്ട് കാലുകളും കൂട്ടിപ്പിടിച്ച് അല്ലാഹു എന്നെ നരകത്തിലേക്ക് എറിയുകയാണെങ്കിൽ ഈ ജനങ്ങൾ പറയുന്ന മദ്ഹ് കൊണ്ട് എന്തുപകാരം എനിക്ക് ലഭിക്കാനാണ്? ജനങ്ങളെ പൊക്കി പറയുന്നതോ തക്ബീർ ചൊല്ലുന്നതോ ഇതൊക്കെ നാളെ അല്ലാഹു എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ എന്തുപകാരം ചെയ്യുമെന്ന് ആരായി പറയുന്നത്? താബിഈങ്ങളുടെ സയ്യിദും മിൻ സാദാത്തി താബിഈൻ, താബിഈങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട നേതാവാണ് മുഹമ്മദ് ബിൻ വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ആ മഹാനെ കുറിച്ചാണ് ഖുതൈബ തങ്ങൾ പറയാറുള്ളത്. യുദ്ധം നടക്കുമ്പോൾ രാത്രി ക്യാമ്പിലൂടെ അങ്ങനെ നടക്കും. ഖുതൈബത്ത് ബിൻ മുസ്ലിമുൽ ബാഹിലി തങ്ങളെ എന്നിട്ട് ചോദിക്കും, അയിന മുഹമ്മദ് ബിൻ വാസി, മുഹമ്മദ് ബിൻ വാസി എവിടെ? മുഹമ്മദ് ബിൻ വാസി തങ്ങൾ എവിടെ? അപ്പൊ ആരോ പറയും അവിടെ ഉണ്ട്. അപ്പൊ പോയി നോക്കും. എന്താ അവർ ചെയ്യുന്നത്? ഉറങ്ങാണോ അതോ ഇരുന്ന് നിസ്കരിക്കുകയാണോ ദുആയിരക്കാണോ എന്ന് നോക്കാനായി പോകുന്നത്. മുഹമ്മദ് ബിൻ വാസി റഹ്മഹുല്ലാ അവിടെ ഇരുന്ന് ആകാശത്തേക്ക് കൈയുയർത്തി അല്ലാഹുവിനോട് ദുആയിരക്കുന്ന കാഴ്ച കാണുമ്പോൾ മഹാനായ ഖുതൈബ തങ്ങള് തിരിച്ചു വന്നുകൊണ്ട് ക്യാമ്പിൽ വന്ന് പറയും, ഇനി എനിക്കല്പം ഉറങ്ങാൻ, ഇനി ഒരൽപ്പം എനിക്ക് ഉറങ്ങാം, ഇനി ഞാനൊന്ന് വിശ്രമിക്കട്ടെ. വല്ലാഹി ലഇസ്ബഉ മുഹമ്മദ് ബിൻ വാസിഇൻ ഖൈറുൻ ഇൻദി മിൻ അൽഫി ശാബിൻ തുരീരിൻ വഅൽഫി സൈഫിൻ ഷഹീർ. 1000 മൂർച്ചയുള്ള വാളുകളും 1000 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും എനിക്ക് സൈന്യത്തിന് സഹായമായി ലഭിക്കുന്നതിനേക്കാളും വലുത് മുഹമ്മദ് ബിൻ വാസിഇന്റെ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ആകാശത്തേക്ക് ഉയരുന്ന വിരലുകളാണ്. ആ പ്രാർത്ഥന മതി എനിക്ക്. ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ ജയിക്കും. ആ പ്രാർത്ഥന കൊണ്ട് നാളെ അല്ലാഹു വിജയം തരും. അങ്ങനെ പറഞ്ഞിരുന്ന മഹാനാണ് മുഹമ്മദ് ബിൻ വാസിഉൽ അസ്ദി. ആ മഹാനെ കുറച്ച് ആളുകൾ കൂടി പുകഴ്ത്തിയപ്പോ മഹാൻ പറഞ്ഞ വാക്കാണ്, വമാ യുഗ്നി അന്നി മാ യഖൂലുഹു നാസ്, ജനങ്ങൾ എന്നെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് എന്ത് ഉപകാരപ്പെടാനാണ്? അല്ലാഹു ഇദാ ഉഖിദ ബിയദയ്യ വരിജ്ലയ്യ വദുഹിബ ബി ഇലന്നാർ, എൻ്റെ രണ്ട് കൈയും രണ്ട് കാലും പിടിച്ചുകെട്ടി എന്നെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുകയാണെങ്കിൽ ജനങ്ങളുടെ ഈ പ്രശംസ എനിക്ക് ഉപകാരപ്പെടുമോ? ഞാൻ നരകത്തിലേക്ക് പോകുമോ എന്ന് ഞാൻ എന്നെപ്പറ്റി പേടിക്കുന്നു എന്ന് പറഞ്ഞ മഹാൻ മുഹമ്മദ് ബിൻ വാസിഉൽ അസ്ദി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആത്മവിമർശനം എന്നത് ഒരു സത്യവിശ്വാസിയുടെ ആദ്യത്തെ ഗുണമാണ്. وليس الذي بيني وبينك عامر وبيني وبين العالمين خراب إذا صح منك الود إذا صح منك الود فالكل هين وكل الذي فوق التراب تراب إذا صح منك وليت الذي بيني وبينك عامر. അല്ലാഹുവേ, ഞാനും നീയും തമ്മിലുള്ള ആ ഒരു ബന്ധം നന്നായാൽ മതിയായിരുന്നു. വബൈനല്ലദി വബൈനി വബൈനൽ ആലമീന ഖറാബു, ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ഇനി മോശമായാൽ തന്നെയും അവർക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിൽ തന്നെയും അല്ലാഹുവേ നീ എന്നെ ഇഷ്ടപ്പെടണമേ, ഞാനും നീയും തമ്മിലുള്ള ബന്ധം ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. വലൈസല്ലദീ ബൈനി